നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ ഒരു അൺഫെയർ എവിക്ഷൻ കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. സിജോ വീട്ടിനുള്ളിൽ നിന്നും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത്. ഈ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡ് കഴിയുന്നതോടുകൂടി 2 മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിനുകൊണ്ട് വിട പറയുന്നതായിരിക്കും. അത് ഒന്ന് നോറയും വേറെ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് സിജോയുമാണ്. നോറ ഏകദേശം നമ്മൾ പ്രെഡിക്റ്റൊക്കെ ചെയ്തതായിരുന്നു. നോറയ്ക്ക് വോട്ട് കുറവായിരുന്നു. സോ നോറയും നമ്മുടെ ഋഷിയും ഡേഞ്ചർ സോണിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഋഷി സേവ് ആയിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് നമുക്കിവിടെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ 4ാം സ്ഥാനത്തുണ്ടായിരുന്ന സിജോയെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇവർ എലിമിനേറ്റ് ചെയ്തത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ടോപ്പ് 5 കൂടെ വരാതെ നമ്മുടെ സിജ പുറത്തു പോകുമ്പോൾ പ്രേക്ഷകരുടെ വോട്ടിങ്ങൊക്കെ യാതൊരു വിധത്തിലുള്ള വിലയും ബിഗ് ബോസ് ടീം അംഗങ്ങൾ കൽപ്പിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് ബിഗ് ബോസ് കപ്പ് അടിക്കാൻ സാധിക്കില്ല. അവർ തീരുമാനിച്ച പ്രകാരം അർജുനോ അല്ലെന്നുണ്ടെങ്കിൽ ജാസ്മിനോ ബിഗ് ബോസ് കപ്പ് അടിക്കുന്നതായിരിക്കും. ഇപ്പോഴുള്ള ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് അർജുനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ സിജോയുടെ എവിക്ഷനോടെ നമുക്ക് ബിഗ് ബോസിൻ്റെ ആ ഒരു ജെനുവിനിറ്റിയെ തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ സിജോ ഇപ്പോൾ പുറത്തു പോകേണ്ട ആളല്ല. നമുക്ക് ശ്രീതുവും അതേപോലെ തന്നെ ഋഷിയും നോറയുമാണ് അവസാനത്തെ വോട്ടിങ്ങിൻ്റെ നില നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനമായിട്ടുള്ളത്. എന്നാൽ 4ാം സ്ഥാനത്തുണ്ടായിരുന്ന സിജോയെ പുറത്താക്കിയത് പ്രേക്ഷകർക്കിടയിൽ വെറുപ്പുളവാക്കുന്ന ഒരു വസ്തുതയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നമുക്ക് പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ഇതുവരേക്കും പ്രൊമോ ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.